അവസാനഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഇരട്ടിയായിരിക്കുകയാണ്. ജൂൺ 1-നാണ് 7ാം ഘട്ട പോളിംഗ്. അന്നു തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിലെ പ്രകടനം, സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. 272 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക. 6 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ പിന്നാലെ 270 സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഈ ആത്മവിശ്വാസത്തിലാണ് തുടർ നീക്കം. BJPക്ക് 200-ലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് 3ാം ഊഴം ലഭിക്കില്ലെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന 3 പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനയുണ്ട്. മുതിർന്ന നേതാക്കൾ ചർച്ച തുടങ്ങിയെന്നും കേൾക്കുന്നുണ്ട്. ഒഡീഷയിലെ BJD, ആന്ധ്രയിലെ YSRCP, തെലങ്കാനയിലെ BRS എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത്. ജൂൺ 4-ന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് BJD പ്രതികരിച്ചത്. കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് BJDയുടേത്. എന്നാൽ ഇത്തവണ BJP-BJD അകൽച്ച വളരെ പ്രകടമാണ്. DMK, തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് 3 പാർട്ടിയുടെയും നേതൃത്വവുമായി ചർച്ച നടത്തുന്നത്. ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും. ഇത് സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ 1-ലെ യോഗത്തിൽ ചർച്ച ചെയ്യും. തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജൂൺ 2-ന് തിഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്ന നിബന്ധനയോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്ന് കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാളിന്റെ മടക്കം കൂടി പരിഗണിച്ചാണ് ഇന്ത്യ സഖ്യം യോഗ തീയതി തീരുമാനിച്ചത്. അതേസമയം ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാകണം എന്നുകൂടി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. BJPയെ പുറത്താക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പാർട്ടിക്ക് ഒറ്റയ്ക്ക് 80 മുതൽ 120 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. എന്നാൽ BJD, BRS, YSRCP എന്നിവർ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയ ശേഷമാകും ഇവരുടെ തീരുമാനം. ഇവരെ കൂടെ നിർത്താൻ BJPയും ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ സഖ്യം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം 6ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത് 2 ദിവസം മുൻപായിരുന്നു. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 889 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടിയത്. 400+ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് NDAക്ക് ഈ ഘട്ടം നിർണായകമായിരിക്കും. 2019-ൽ ഹിന്ദി ഹൃദയഭൂമിയിലെയും കിഴക്കൻ മേഖലയിലെയും 58 മണ്ഡലങ്ങളിൽ 40-ലും BJP ഒറ്റയ്ക്ക് വിജയിച്ചിരുന്നു. NDA സഖ്യകക്ഷികൾ 5 സീറ്റുകൾ കൂടി നേടി. തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, സമാജ്വാദി പാർട്ടി എന്നീ പ്രതിപക്ഷ പാർട്ടികൾ 5 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസിന് 1 സീറ്റ് പോലും നേടാനായില്ല. BJPയുടെ സംബൽപൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കർണാലിൽ നിന്നുള്ള മനോഹർ ലാൽ ഖട്ടർ, പുരിയിൽ നിന്നുള്ള സംബിത് പത്ര, സുൽത്താൻപൂരിൽ നിന്ന് മേനകാ ഗാന്ധി എന്നിവരെ കൂടാതെ അന്തരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ്, മനോജ് തിവാരി, നവീൻ ജിൻഡാൽ എന്നിവരടക്കം ഇത്തവണ ജനവിധി തേടിയിട്ടുണ്ട്.